എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ വന്ദന ബിനു. ബേബീസിന്റെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ചെവി എങ്ങനെയാ ക്ലീൻ ചെയ്യുന്നത്, അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ബേബീസിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് തലയൊക്കെ തുടച്ച് ബോഡിയൊക്കെ തുടച്ച് കഴിഞ്ഞ് നമ്മൾ പലപ്പോഴും ചെവിയൊക്കെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കും. സത്യം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. നമ്മൾ ചെവിയുടെ അകത്ത്, കുഞ്ഞുങ്ങളുടെ ചെവിയുടെ അകത്ത് കോട്ടൺ ബഡ്സോ അല്ലെങ്കിൽ നമ്മുടെ വിരലിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ നോക്കരുത്. മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ഡ്രൈ സ്കിൻ പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു കോട്ടൺ തുണി ഇങ്ങനെ നൈസായിട്ടൊരു നീറ്റായിട്ടുള്ള കോട്ടൺ തുണി എടുത്ത് വിരലിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ജസ്റ്റ് ഈ ചെവിയുടെ മടക്കൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ പുറത്തും അകത്തും പുറയിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പം ഇതില്ലെങ്കിൽ നമ്മൾ ഇപ്പം മെഡിക്കൽ ഷോപ്പിൽ നീറ്റായിട്ടുള്ള സ്റ്റെറൈൽ കോട്ടൺ ബോൾസ് ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ചെറിയ വാം വാട്ടറിൽ മുക്കി പിഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ജസ്റ്റ് പുറമേയും ബാക്കിലുമായിട്ടൊക്കെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അല്ലാതെ നമ്മുടെ ചെവിയുടെ അകത്ത് കോട്ടൺ ബഡ്സോ വിരലൊന്നും ഇടാൻ പാടില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ചെവി മുതിർന്നവരെ പോലല്ല, വളരെ സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആണ്. പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ പിക്ക് ചെയ്യാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ ചെവിയുടെ അകത്ത് കുഞ്ഞൊന്ന് റബ്ബ് ചെയ്യുക അല്ലെങ്കിൽ ഇറിറ്റേഷൻ കാണിക്കുമ്പോഴത്തേക്ക് എണ്ണയൊന്നും ഇടാതിരിക്കുക, അതും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ചെവി ഒരു ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ചെവിക്ക് ഓൾറെഡി ഒരു സെൽഫ് ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ കൂടെ നമ്മൾ ചെവിയുടെ അകത്തൊക്കെ ഒന്ന് നോക്കണം. ഇപ്പം കുഞ്ഞിന് ചെവിക്കകത്തുനിന്ന് ബാഡ് സ്മെല്ലുണ്ടോ, അല്ലെങ്കിൽ ഡിസ്ചാർജ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ഒരുമാതിരി റാഷസ് ഒക്കെ ഉണ്ടോ, അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ചെറിയ പക്ഷേ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ് ഞാൻ കുഞ്ഞുങ്ങളുടെ അമ്മമാരായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ബെനിഫിഷ്യൽ ആയെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.